അതെ, ഇന്നാണ് മോളുടെ പിറന്നാളെന്ന് നേരത്തെ പറയാതിരുന്നെന്താ? സച്ചി, നിനക്കറിയില്ലായിരുന്നു ഇന്ന് അർച്ചനയുടെ പിറന്നാളാണെന്ന്? ആഘോഷങ്ങളൊന്നും വേണ്ടെന്ന് ഞാൻ അച്ഛൻ സച്ചിനോട് പറഞ്ഞേ. അതെന്താ അങ്ങനെ? ഞങ്ങളൊന്നും അറിയണ്ടേ നിന്റെ പിറന്നാള്? വേണ്ടെന്ന് വെച്ചാണ് ഏട്ടത്തി. ഇവര് ഭാര്യയും ഭർത്താവും കൂടെ പുറത്തുപോയി തനിയെ ആഘോഷിച്ചാ പോരെ? ഞങ്ങൾ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല ഏട്ടത്തി. ഒന്നാമത് അച്ഛന് സുഖമില്ലാതിരിക്കല്ലേ, അതുകൊണ്ട് എന്താ മോളെ, ഞാനിവിടെ തളർന്നു കിടക്കുമൊന്നുമല്ലല്ലോ. നീ വന്നത് പിന്നെ എന്റെ അസുഖം പകുതി മാറി. ഏട്ടത്തി ആഘോഷിക്കേണ്ടതൊക്കെ ആഘോഷിക്കണം. അതിന് ഏട്ടത്തി എന്തിനാ എക്സ്ക്യൂസ് കണ്ടെത്തുന്നേ? ഇന്നലെ ആദര പറഞ്ഞതുകൊണ്ട് ഇതൊന്ന് പ്ലാൻ ചെയ്യാനെങ്കിലും പറ്റി. ഇല്ലായിരുന്നെങ്കിലോ? ഞാനിതിൽ നിന്നെയല്ല കുറ്റം പറയുന്നേ, ദേ അവനെയാ. സച്ചി, നീ കാണിച്ചത് ഒട്ടും ശരിയായില്ല. വേണ്ട, എന്തെങ്കിലും ഒഴിവ് കഴിവ് പറയാനല്ലേ. അർച്ചന എത്രയോ പിറന്നാൾ ആഘോഷിച്ചിട്ടുണ്ടാവും. അതവളുടെ അച്ഛന്റെ അമ്മയുടെ സഹോദരങ്ങളുടെ കൂടെയല്ലേ. ഇന്ന് ഇവള് നമ്മുടെ കൂടെയാ. അപ്പൊ നമ്മളല്ലേ ഗംഭീരായിട്ട് അർച്ചനയുടെ പിറന്നാൾ ആഘോഷിക്കേണ്ടത്. അതുമാത്രമാണോ സച്ചി? നിന്റെ ഭാര്യയുടെ നിന്നോടൊപ്പമുള്ള ആദ്യ ബർത്ത്ഡേ ആണ്. അത് നീ വേണം മുൻകൈയെടുത്ത് ഭംഗിയായി നടത്താൻ. അർച്ചനയുടെ പിറന്നാൾ ഇന്നാണെന്ന് നിനക്കറിയായിരുന്നു. ഞങ്ങളോടത് പറഞ്ഞില്ല. അത് പോട്ടെ, അർച്ചനയ്ക്ക് വേണ്ടി നീ എന്ത് ഗിഫ്റ്റാ വാങ്ങിയേ? നീ ഞാൻ ചോദിച്ചതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. അതങ്ങനെ പരസ്യമായിട്ട് പറയുന്നത് ശരിയാണോ എടുത്തി? ഭാര്യയ്ക്ക് ഭർത്താവ് കൊടുത്ത ഗിഫ്റ്റ് അല്ലേ? അതിനെന്താ, ഒളിച്ചു വെക്കേണ്ടൊന്നുമല്ലല്ലോ. ആണോ സച്ചേട്ടാ? നിങ്ങൾ രണ്ടാളും കൂടെ മാത്രം ആഘോഷിക്കാൻ തീരുമാനിച്ചതല്ലേ? പറ, എന്താ വാങ്ങിയത്? എടുത്തി, അത് സച്ചേട്ടൻ ഗിഫ്റ്റൊക്കെ പറയാൻ കഴിയുന്നില്ലല്ലേ. അത്രയ്ക്ക് വിലപിടിപ്പുള്ളതായിരിക്കും. നെല്ലിശ്ശേരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ എംഡിയുടെ ഭാര്യയുടെ ബർത്ത്ഡേക്ക് എന്ത് ഗിഫ്റ്റാ കൊടുക്കാന്ന് ഊഹിക്കാലോ, അല്ലേ സച്ചേട്ടാ? അവന്റെ ഭാര്യയ്ക്ക് അവന്റെ ഇഷ്ടം പോലെ കൊടുക്കട്ടെ. അതിന്റെ മണി വാല്യൂവിനേക്കാൾ സ്നേഹത്തിന്റെ മൂല്യം നോക്കിയാൽ മതി, അല്ലടാ? എന്നാലും അത് കാണിക്കാലോ ഞങ്ങളൊക്കെ. സച്ചേട്ടന്റെ സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് അറിയാലോ. എന്നാ പിന്നെ നമുക്കൊന്ന് കാണാം. നമുക്കും അറിയണമല്ലോ. മോളത് എടുത്തോണ്ടോ, ചെല്ല്. വേണ്ട മോളെ, അതവിടെ ഇരിക്കട്ടെ. എല്ലാവർക്കും സർപ്രൈസ് ഉണ്ടാകുന്ന സമ്മാനമല്ലേ നിനക്ക് അവൻ തന്നിട്ടുണ്ടാവുക. ആ സർപ്രൈസ് നശിപ്പിക്കണ്ട. ഏട്ടത്തി, ഇത് എന്റെ വക ഏട്ടത്തിക്കുള്ള ഒരു കുഞ്ഞു സമ്മാനം. എന്റെ പൊന്നേട്ടത്തി, ഇവൾ ആർക്കോ കൊടുക്കാൻ വാങ്ങി വെച്ചിരിക്കുന്ന സോപ്പ് പെട്ടിയായിരിക്കും. ഏട്ടത്തി ഒന്ന് തുറന്നു നോക്കിയേ. അയ്യടാ, നല്ല തമാശ. ഏട്ടത്തി തുറന്നു നോക്കി ഏട്ടത്തി. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? അടുത്ത പിറന്നാളിന്
ഒരു ഉണ്ണിക്കണ്ണൻ ഈ വീട്ടിലുണ്ടാവണം. അതെന്റെ ആഗ്രഹമാണ്. അത് വെറും ഒരു ആഗ്രഹം മാത്രമായിരിക്കും. അങ്ങനെ ഒരു ഉണ്ണിക്കണ്ണനെ കിട്ടിയത് തന്നെ. എങ്ങനെയാ ഇപ്പോ അർച്ചനയോട് ഒരു വിശ്വസ് പറയുന്നേ? ഉണ്ടായിരുന്ന അവസരങ്ങളൊക്കെ ഞാനായിട്ട് തന്നെ തൊലച്ചു. ഒരു മെസ്സേജ് അയക്കാന്ന് വെച്ചാ അത് ചീപ്പായി പോവും. ഒരേ റൂമിൽ ഒന്നിച്ചു കഴിഞ്ഞിട്ട് അത് വേണ്ട. എന്തായാലും അവള് കോഫിയും കൊണ്ടുവരും, അപ്പൊ പറഞ്ഞാലോ? ഇനി കുളിക്കാനെങ്ങാനും കയറുമ്പോഴാണ് അവള് കോഫിയും കൊണ്ടുവരുന്നെങ്കിലോ? അതും ചീറ്റിപ്പോവും. വേറെന്താ ഇപ്പൊ ചെയ്യാ? എങ്ങനെ തുടങ്ങും? എന്തെഴുതും? പ്രിയപ്പെട്ട അർച്ചനയ്ക്ക്. അത് വേണ്ട. അച്ചു. അതും വേണ്ട. വെറും അർച്ചനയെന്നായാലോ? സച്ചി, കൊള്ളാം. രാവിലെ തന്നെ കമ്പനിയുടെ ചിന്തയില് പേപ്പറും പേനയുടെ തിരിപ്പായോ? അത് പിന്നെ പ്ലാൻ ചെയ്യേണ്ട എടുത്തി. വേണം. പക്ഷേ ഇന്ന് നിന്റെ ഭാര്യയുടെ പിറന്നാളല്ലേ? അവളും സ്നേഹയും കൂടെ രാവിലെ അമ്പലത്തിൽ പോയി. സ്നേഹയല്ല കൂടെ പോകേണ്ടിയിരുന്നത്, നീയാണ് പോകേണ്ടിയിരുന്നത്. അതിൽ പരം ഒരു പിറന്നാൾ സമ്മാനം നീ അവൾക്ക് വേറെ എന്ത് കൊടുക്കാനാ? നിനക്കതിന്റെ പ്രാധാന്യം അറിയാത്തോണ്ടാ. പിറന്നാളിന് സ്വന്തം ഭർത്താവിന്റെ കൂടെ അമ്പലത്തിൽ പോയി നിന്ന് പ്രാർത്ഥിച്ച് ഒന്നിച്ച് പ്രസാദം വാങ്ങി പരസ്പരം നെറ്റിയിൽ തൊടിക്കുമ്പോ അവക്കുണ്ടാവുന്ന സന്തോഷം, അതിനെക്കുറിച്ച് നീ ആലോചിച്ചോ? എടുത്തേ, ഞാൻ അത്രയൊന്നും ചിന്തിച്ചില്ല. അവളായിട്ട് വിളിച്ചതുമില്ല. നീയായിട്ട് അവളെ വിളിച്ചോണ്ട് പോവായിരുന്നു വേണ്ടത്. നീ വരുമോ ഇല്ലയോ എന്ന് കരുതിയാവും അവള് വിളിക്കാത്തത്. അവള് നിനക്ക് എത്ര പ്രിയപ്പെട്ടവളാണെന്ന് തെളിയിക്കാൻ കിട്ടുന്ന അവസരങ്ങളാണിതൊക്കെ. കല്യാണം കഴിഞ്ഞ പിറന്നാളും വിവാഹ വാർഷികവും ഏതൊരാഘോഷവും അവളുടേത് മാത്രമല്ല, അവളുടെ നേർ പകുതിയായ നിന്റേത് കൂടിയാ. അത് നീ മറക്കരുത്. അമ്പലത്തിൽ പോയി വരുന്നത് വരെ അവളുടെ മനസ്സിൽ കാണും സച്ചിയേട്ടൻ വന്നില്ലല്ലോ എന്ന്. സോറി എടുത്തി, ഞാൻ ഒരു സോറി പറഞ്ഞാൽ തിരിച്ചു കിട്ടുന്നതല്ല മോനെ നീ ഇപ്പൊ നഷ്ടപ്പെടുത്തിയത്. അവള് ചിലപ്പോ ഒത്തിരി കാര്യങ്ങൾ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. കൂടെ ജീവിക്കുന്ന പെണ്ണിനെ കൂടുതൽ അറിയാൻ ശ്രമിക്കണം. അവള് വരാൻ ലേറ്റ് ആവും. കുളിച്ച് റെഡിയായി വന്നോ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. സച്ചി, ഇന്നൊരു ദിവസം ഓഫീസിൽ പോക്ക് ഒഴിവാക്കാമായിരുന്നു. നിന്റെ ഭാര്യയുടെ ബർത്ത്ഡേ അല്ലേ ഇന്ന്? അച്ഛാ, അത് മുൻകൂട്ടി തീരുമാനിച്ച ചില മീറ്റിങ്ങുകളുണ്ട്, പോകാതിരിക്കാൻ വയ്യ. എനിക്ക് നിന്റെ രീതികളൊക്കെ കാണുമ്പോൾ എന്താ മോനെ നീ ഇങ്ങനെ പെരുമാറുന്നത്? എങ്ങനെ പെരുമാറുന്നെന്ന് അച്ഛൻ പറയുന്നത്? ഞാൻ ഇങ്ങനെ തന്നെ ആയിരുന്നില്ലേ? അല്ല എന്നല്ല സച്ചി ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ നീ ഇപ്പോൾ പഴയ സച്ചി അല്ല.
നീ ഇന്നൊരു ഉത്തരവാദിത്വമുള്ള കുടുംബനാഥനാ, ഒരു ഭർത്താവാ. ലോകത്ത് ഞാനാണോ അച്ഛാ കല്യാണം കഴിക്കുന്ന ആദ്യത്തെ വ്യക്തി? അല്ലല്ല. ഒരു കല്യാണം കഴിച്ചതുകൊണ്ട് ഞാൻ എങ്ങനെ മാറണമെന്നാ എല്ലാരും പറയുന്നേ? നിന്റെ സംസാരം പോലും എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ സച്ചി. ഇത്ര കടുപ്പത്തിലൊക്കെ സംസാരിക്കാൻ മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. സോറി അച്ഛാ. അത് കുറെ കമ്പനിക്കാര്യങ്ങള് എന്റെ തലയ്ക്കകത്ത് കിടന്ന് കുഴഞ്ഞു മറിയുന്നുണ്ട്. അതൊക്കെ അച്ഛന് മനസ്സിലാവും. ഇതിലും ക്രൂഷ്യലായ സ്റ്റേജിലൂടെ അച്ഛൻ കമ്പനി മാനേജ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും അത് നിന്റെ അമ്മയെ ഞാൻ അറിയിച്ചിട്ടില്ല. എന്റെ ഉള്ളെരിയുമ്പോഴും ചിരിച്ചേ ഞാൻ പെരുമാറിയിട്ടുള്ളൂ. അത് നീയും ശീലിക്കണമെന്നാ എന്റെ ആഗ്രഹം. ശ്രമിക്കാറുണ്ട്, പക്ഷേ മോനെ, സ്നേഹത്തോടെ നീ പെരുമാറുമ്പോഴേ തിരിച്ചു ആ സ്നേഹം കിട്ടൂ. ഇനി മുതല് ഞാൻ ശ്രദ്ധിച്ചോളാം. ഇന്നല്ലേ മോനെ രണ്ടുപേരും കൂടി പുറത്തൊക്കെ പോയി കറങ്ങേണ്ടതും നല്ലൊരു സിനിമയും കണ്ട് സ്പെഷ്യൽ ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്യേണ്ടതും. അതെ, അച്ഛനൊരു കാര്യം ചോദിച്ചാ സത്യം പറയണം. അച്ഛൻ ചോദിക്കൂ. സത്യമായിട്ടും മോൻ അവൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്തോ? കള്ളം മാത്രം പറയരുത്. സ്നേഹത്തിൽ കള്ളം കലർത്തുകയും ചെയ്യരുത്. വഞ്ചിക്കുന്നതിന് തുല്യമാത്. സത്യം പറ, മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെട്ടൊരു ഗിഫ്റ്റ് അർച്ചനയ്ക്ക് നീ കൊടുത്തിട്ടുണ്ടോ? അച്ഛാ, സച്ചിയുടെ നെറ്റിയിൽ മോള് തന്നെ തൊട്ടുകൊടുക്കുക. സച്ചേട്ടൻ ബാഗും തൂക്കി എങ്ങോട്ടാ? ഇന്ന് ഒരിടത്തും പോകുന്നില്ല. ഇന്ന് മുഴുവൻ ഏട്ടത്തിയുടെ കൂടെ വേണം. സ്നേഹ, എനിക്ക് ഓഫീസിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അർച്ചനയുടെ ബർത്ത്ഡേ കാട്ടി പ്രധാന ഓഫീസാണോ? ഞാൻ എന്തൊക്കെ കാര്യങ്ങളാ പ്ലാൻ ചെയ്തതെന്ന് അറിയോ? അതിന് ഇനിയും സമയമുണ്ടല്ലോ മോളെ. സച്ചേട്ടൻ പോയിട്ട് വരട്ടെ. ഇതൊന്നും അത്ര ശരിയല്ല സച്ചേട്ടാ. ഞാൻ ഇറങ്ങട്ടെ. ദേ, ഇവനോട് ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതിനുള്ള ഉത്തരം ഇതുവരെ തന്നിട്ടില്ല. സച്ചി വരുന്നില്ലേ? ഇപ്പൊ തന്നെ ലേറ്റായി. അച്ഛാ, അച്ഛനെന്താ സച്ചേട്ടനോട് ചോദിച്ചേ? അത് നീ അവനോട് ചോദിച്ചാൽ മതി. ഞാൻ ചോദിച്ച ചോദ്യത്തിന് മോൾക്ക് ഉത്തരവുണ്ടോന്ന് എനിക്കറിയില്ല. രണ്ടുപേരും നല്ലതുപോലെ അഭിനയിക്കുന്നുണ്ട്. അച്ഛൻ എന്താ അങ്ങനെ പറഞ്ഞത്? അച്ഛന് എന്തെങ്കിലും മനസ്സിലായോ? അയ്യോ, എന്ത് വലിയ കടയല്ലേ! നല്ല ഭംഗിയുണ്ടല്ലേ? ഹായ് കൊച്ചു ബാവ. ആന്റി, എനിക്കും കൂടെ ഒരു ഉടുപ്പ് വാങ്ങിച്ചു തരുമോ? അതെ, നമ്മളിവിടെ വന്നിരിക്കുന്നതേ അച്ഛ ചേച്ചിക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാനാ. കയ്യിലുള്ള പൈസ തികയോന്നറിയില്ല. അപ്പോഴാ ഇനി നിനക്കും കൂടി. എന്റെ ബർത്ത്ഡേ ഒന്നായാ മതിയായിരുന്നു. ചേച്ചിക്ക് എടുത്തിട്ട് ക്യാഷ് ബാലൻസ് വരുന്നുണ്ടെങ്കിൽ നിനക്കൂടെ എടുത്തു തരാം. ഞാൻ സെൽഫി എടുത്തിട്ട് വരാമേ. മോളെ
ആ ഫോണിങ്ങിതാ. ഈ ബാക്ക്ഗ്രൗണ്ട് ആ ഫോണിങ്ങെടുത്തേ. നീ കാരണം ഞാനൊരു ഊരാക്കുടിക്ക് പെട്ട് കിടക്കുക. ആന്റി ഞാനത് അറിഞ്ഞോണ്ട് ചെയ്തല്ലോ, കൈതട്ടിപ്പോയതല്ലേ. ആ ചേട്ടൻ ഇത്ര വലിയ പ്രശ്നക്കാരാണെങ്കിലേ നമുക്ക് പോലീസിനെ കൊണ്ട് നല്ല ഇടി കൊടുപ്പിക്കാം. അതല്ലെങ്കിൽ അച്ഛനോട് പറയാം, അതും അല്ലെങ്കിൽ സച്ചങ്കിളിനോടോ അല്ലെങ്കിൽ സന്ദീപ് അങ്കിളിനോടോ പറയാം. ഓ, നീ ഇപ്പൊ ഇനി ഇത് ആരോടും വിളമ്പാനൊന്നും നിക്കണ്ട. അവൻ എത്ര വലിയ ആളാണെങ്കിലും അതെനിക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ അറിയാം കേട്ടോ. സാരിയുടെ സെക്ഷൻ എവിടെയാ? ആ മോളെ വന്നേ. ഈ സാരി നല്ലല്ലേ ആന്റി, പ്ലീസ് ഈ സാരി എടുക്കാം. ഇതത്ര പോരാ. ആ ഇത് പാക്ക് ചെയ്തേക്കാവോ? ഒരാൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാനാ. ക്യാഷ് അവിടെ പേ ചെയ്തിട്ട് ഡെലിവറി കൗണ്ടറിൽ ചെന്നാൽ മതി. ആ ശരി ശരി. മോളെ നീ ഇവിടെ വന്ന് നിൽക്കാണോ? വാ. അവിടെ കൊടുത്താൽ മതി. ആ വാ മോളെ. താങ്ക് യു മാഡം. ആ ശരി മോളെ. ആവണി ആവണി മോളെ. അമ്മേ, ഞാൻ രാവിലെ അമ്പലത്തിൽ പോകുമ്പോ ഓർത്തതേ ഉള്ളൂ വന്നിട്ട് വിളിക്കണമെന്ന്. നീ ഓർക്കത്തേ ഉള്ളൂ, വിളിക്കില്ല. സത്യമായിട്ടും വിളിക്കുമായിരുന്നു. ഒത്തിരി ദിവസമായിട്ട് ആലോചിക്കുന്നതാ ഒന്ന് അമ്പലത്തിൽ പോണോന്ന്. പോയി നല്ലപോലെ തൊഴുതു, വഴിപാടുകളൊക്കെ കഴിച്ചു. നന്നായി മോളെ. ദൈവാനുഗ്രഹം എപ്പോഴും വേണം. നിന്നെ ഒന്ന് കണ്ണു നിറയെ കണ്ടിട്ട് എത്ര നാളായി മോളെ. അച്ചു ആന്റി അങ്കിളും എപ്പോ വരുമെന്ന് ചോദിച്ച് ആവണി എന്നും ബഹളവാ. അവളോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പറഞ്ഞ മടുത്തു. എനിക്കും അവളെ കാണാത്തതില് ഒത്തിരി വിഷമമുണ്ടമ്മേ. പക്ഷേ സച്ചിയുടെ തിരക്കുകൾ അറിയാഞ്ഞിട്ടല്ല മോളെ. കല്യാണം കഴിഞ്ഞിട്ട് ഒന്ന് തല കാണിച്ചിട്ട് പോയെന്നല്ലാതെ നിങ്ങൾ രണ്ടാളും പിന്നെ ഈ വീട്ടിലേക്ക് വന്ന് കണ്ടില്ല. നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ ചോദിച്ചു തുടങ്ങി, നിങ്ങളെന്താ വരാത്തെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന്. ഞാൻ പറയാഞ്ഞിട്ടല്ലമ്മേ, സച്ചിന് ഒഴിവ് കിട്ടണ്ടേ. രാവിലെ പോയാ രാത്രി ഏതെങ്കിലും ഒരു സമയത്താ വരുന്നത്. അവധി ദിവസങ്ങളിൽ പോലും എന്തെങ്കിലും യാത്ര കാണും. ഇവിടെ നിന്റെ അച്ഛന്റെ കാര്യം വലിയ കഷ്ടത്തിലാ. നിന്നെ കാണാത്തതിലുള്ള വിഷമം പുറത്ത് കാണിക്കാതെ കൊണ്ടു നടക്കുക. പിന്നെ നീ അവിടെ സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും കഴിയുന്നെന്നുള്ള സമാധാനം മാത്രമേ ഉള്ളൂ. ഞാനിവിടെ ഇല്ലാത്തൊരു ദിവസത്തെ പറ്റി ആലോചിക്കാൻ കഴിയാത്ത അവസ്ഥയിലെ എല്ലാവരും. എന്തിനും ഏതിനും ഞാൻ വേണം. പോരാത്തതിന് കമ്പനി വക കാര്യങ്ങൾ നോക്കാൻ അച്ഛന്റെ വക ജോലി വേറെയും. ആ, അത് നന്നായി മോളെ. കുറച്ച് കഴിയുമ്പോ നിനക്കും കമ്പനി കാര്യങ്ങളിലൊക്കെ സച്ചിയെ സഹായിക്കാൻ കഴിയുമല്ലോ. അയ്യോ, അതിനൊന്നും ഞാനില്ലമ്മേ. അതിനൊക്കെ ഏട്ടത്തിയുണ്ട്. മോളെ, സച്ചി അടുത്തുണ്ടെങ്കിൽ ഫോൺ കൊടുക്കാവോ? ഒന്ന് സംസാരിക്കാലോ. സച്ചേട്ടൻ കമ്പനിയിലമ്മേ. നേരത്തിനും കാലത്തിനും എന്തെങ്കിലും കഴിച്ചോന്നറിയാൻ ഞാൻ വിളിച്ചാൽ പോലും കിട്ടില്ല. ഫ്രീ ആവുമ്പോ തിരിച്ചു വിളിക്കും. അത്ര തിരക്കാ. ആ, സച്ചിക്ക് തിരക്കാന്ന് കരുതി അവന്റെ കാര്യങ്ങളൊന്നും മോള് ശ്രദ്ധിക്കാതിരിക്കരുത്. ആ പിന്നെ
എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുത്തു വിടണം. ഭാര്യ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ രുചിയിലൂടെ ഭർത്താവിന്റെ സ്പെഷ്യൽ സ്നേഹം കിട്ടും. അധികം വൈകാതെ ഞാനും സച്ചേട്ടനും വൃന്ദാവനത്തിലെത്തും. കുറച്ചു ദിവസം അവിടെ താമസിച്ചിട്ടേ വരൂ. സത്യമായിട്ടും? ഇത് സച്ചേട്ടൻ ഇങ്ങോട്ട് പറഞ്ഞതാ അമ്മേ. അത് മതി മോളെ. എന്തായാലും സച്ചി വരാന്ന് പറഞ്ഞല്ലോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫോണിലൊന്ന് വിളിക്കാൻ മറന്നു പോകരുത് നീ. വിളിക്കാമേ, എല്ലാരോടും അന്വേഷണം പറയണേ. വരുന്നതിന് മുമ്പ് വിളിക്കണേ മോളെ. ശരി അമ്മേ, ഞാൻ വെക്കട്ടെ. എന്റെ ഭഗവതി, എന്തൊരു കഷ്ടം ഇത്. എന്തൊക്കെ കള്ളങ്ങളാ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞത്. എത്ര കാലം ഞാനിങ്ങനെ കള്ളങ്ങൾ പറഞ്ഞു പിടിച്ചു നിൽക്കും? 6 മാസം കഴിയുമ്പോൾ ഈ പറഞ്ഞതൊക്കെ ഞാൻ എങ്ങനെ തിരുത്തി പറയും? എനിക്ക് ഒരു വഴി കാണിച്ചു തരണേ ദേവി.